എടി നല്ല സൂപ്പർ വെള്ളം ദേമോ. കൊടും കാട്ടിലൂടെയാണ് ഞങ്ങളുടെ യാത്ര. ഞാൻ വേണ്ടാട്ടോ. ഇറങ്ങണ്ടെന്ന് പറഞ്ഞാൽ ഇറങ്ങണ്ട. അവിടെയൊക്കെ ഒഴുക്കും താഴ്ചയൊക്കെ കാണും. പെണ്ണെ വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. അച്ചിയില്ല, കുഴിയാ. അമ്മോളെ ഇറങ്ങരുത്. എടി എന്നതാണെങ്കിലും ഒഴുകിപ്പോയാൽ എനിക്ക് പിടിക്കാൻ പറ്റൂല. നോക്കാം, അവിടെയൊക്കെ ദേ വലിയ കാട്. എടി പാത്തൂസ് ഡിങ്കനായിരുന്നു. പാത്തൂസ് ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇറങ്ങിയാൽ എന്നെ ഒഴുകിയാലൊക്കെ പാത്തൂസ് എന്നെ പിടിക്കും. എന്നതാണെങ്കിലും പേടിയാ മോളെ എനിക്ക്. അമ്മോളെ നീ പോകുമ്പോൾ നീ ഇടാൻ ഉടുപ്പെടുത്തിട്ടുണ്ടോ? മതി അമ്മോളെ. അമ്മോളെ പാമ്പ് വെള്ളത്തിൽ കൂടെ വന്ന നീർക്കോലിയൊക്കെ ഉണ്ട്. ചുമ്മാ വെള്ളം കണ്ടപ്പോൾ അങ്ങ് ഇറങ്ങിയേക്കുവാ. നമ്മൾ നമുക്കിത് ആ വഴിയാ, അവിടെ എന്നാ വഴിയാ, ആ മരത്തിൻ്റെ അടിയിലൊക്കെ എന്നാ നോക്കാം. അച്ചി വിളിക്കണു. മീനുണ്ട്, പരലല്ലേ. അമ്പ പക്ഷേ പാത്തൂസം ഉണ്ടായിരുന്നു. എനിക്കും ഇറങ്ങാമായിരുന്നു. എനിക്ക് തന്നെ ഇറങ്ങാൻ പേടിയാ മോളെ. അച്ചിയാണ് അല്ലെങ്കിൽ വേണ്ട. അമ്മൂടി അങ്ങോട്ട് പോവല്ലേ മോളെ. എടി അതിൻ്റെ അടിയിൽ വല്ല ഒഴുക്കുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ പുറകെ വരാൻ പറ്റില്ല. നമുക്ക് വിളിച്ചാലോ, അവരെ വിളിച്ചാലോ അങ്ങോട്ട് വരാൻ പറഞ്ഞു. പൂവിലെങ്ങാനും പുഴു കയറിയിരിപ്പുണ്ടോയെന്ന് ഓർത്തിട്ട് പേടി വരുക. കൊടും കാട്ടിലാണ് കേട്ടോ ഞാൻ. ഇതോ ഒരു മരം നോക്കിക്കേ, മോതിരമിട്ട മരം. നല്ല ഊഞ്ഞാലൊക്കെ ഉണ്ട്. നമുക്ക് ആ മോതിരമിട്ട മരത്തിൻ്റെ അടുത്ത് പോകാം. നല്ല കൂളിംഗ് പ്ലേസാണ് കേട്ടോ. അടുത്ത് വന്നപ്പോഴല്ലേ, ഇത് മോതിരമിട്ട മരമല്ല കേട്ടോ. ഒരു വലിയ മരം ഒടിഞ്ഞ് ചാടി അത് ഈ തായ്തടിയെ കെട്ടിപ്പിടിച്ചങ്ങ് നിൽക്കുക രണ്ട് കൈകൾ കൊണ്ടും. കുടിലുകൾ. ഞാൻ ഈ അറ്റത്തുനിന്ന് ഈ അറ്റത്തേക്ക് വന്നപ്പോൾ എന്താ ഇവിടെ പുഴ കാണാം കേട്ടോ. ഈ അറ്റത്ത് പുഴ കാണാം. വള്ളിക്കുടിലുകളാണ്. നമുക്ക് ഇവിടെ എല്ലാം വള്ളികളാണ്. പച്ചിലപ്പാമ്പേ, നമുക്ക് വള്ളികൾ മാത്രമുള്ളൊരു വള്ളിക്കുടീരം. വെള്ളത്തിൻ്റെ സൗണ്ട് മാത്രമേ കാട്ടിലുള്ളൂ. ഞാനും. ഇതാണ് വനദേവത. വനദേവത ഇപ്പോൾ ഉരുണ്ട് വീഴും. അവിടെ ഇരുന്ന് ഓർത്തപ്പോൾ ഒരു മോതിരം പോലെ എനിക്ക് തോന്നി. അവിടെ നിന്ന് കണ്ടപ്പോൾ ഇതൊരു മോതിരം പോലെ. ഈ ചെളിപ്പുഴേനെയാണ് നീ. കൂണുണ്ടോ, കൂണുണ്ടോ, കൂണുണ്ടോ? എടി നസി, നമുക്ക് ഇവിടെ ഇറങ്ങാം.